ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ വിഷുവൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം തന്നെ നേരത്തെ എണീറ്റ് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കണിയെല്ലാം കണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷു ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ എണീക്കുന്നറിയാം. അപ്പോൾ നമ്മൾ അതുപോലെ നേരത്തെ എല്ലാം എണീറ്റ് അടിക്കൽ തുടയ്ക്കൽ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഇപ്പം നമ്മൾ കാണിക്കുന്നത് തലേ ദിവസം വൈകുന്നേരം നമ്മുടെ അശ്വിൻ പടക്കം പൊട്ടിച്ചതൊന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇല്ലല്ല കൂട്ടുന്നുണ്ട്. നോക്കണേ അല്ലേ സൂപ്പർ. അങ്ങനെ നമ്മൾ തലേദിവസം പടക്കമെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് കൃഷ്ണനാണ് കേട്ടോ നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ അവിടെ ഒരു വലിയ കൃഷ്ണനുണ്ട്, അതാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു കുട്ടി കൃഷ്ണനെ വാങ്ങിയതാണ് കേട്ടോ. ഒന്നിപ്പോൾ കുഞ്ഞ് കൃഷ്ണൻ വെച്ചിട്ടുള്ള കണിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഓർഡർ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ എന്തെല്ലാം മിസ്സായിട്ടുണ്ട് അതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അറിയുന്ന പോലെയൊക്കെ ഞാനൊരു കുഞ്ഞ് കണി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിരിക്കും സമയത്ത് അച്ഛനും അമ്മയൊക്കെ കണി ഒരുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരത് ചെയ്യുന്ന സമയത്ത് നമ്മളും അവർ കൂടെ നിന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേശ്ശെയൊക്കെ ഇതുപോലെ കണി വെക്കാനൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കറിയുന്ന മാതിരിയൊക്കെ ഞാൻ ചെറിയൊരു കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് പിന്നെ എല്ലാവരുടെയും വിളക്കെല്ലാം വെച്ചിട്ട് കണിയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെയും അറിയാവുന്ന പോലെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് എന്തെല്ലാം മിസ്സായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും ഒരു ചെറിയൊരു കണി ഒരുക്കാറുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം തന്നെ ആയിട്ട് നമുക്കൊക്കെ കൈനീട്ടം തരാൻ പറഞ്ഞിട്ട് തരികയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ രണ്ടാളും എണീറ്റിട്ടില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അശ്വിൻ എണീറ്റിട്ടില്ല, അക്ഷയ്ക്ക് നല്ല പനിയാണ് കേട്ടോ. അത് കാരണം അവർ രണ്ടാളും എണീറ്റിട്ടില്ല. രാത്രിയൊക്കെ ഫുള്ള് അക്ഷയ്ക്ക് പനിയായിരുന്നു. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്കും പനിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കൈനീട്ടമൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാവിക്ക് പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് സെറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് സാരിയെ കൊടുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാവിലേക്ക് ഇപ്രാവശ്യം നമ്മുടെ കൂടെ കുട്ടികളൊന്നും വരുന്നില്ല കേട്ടോ. ഒന്നാമത് അശ്വിൻ വരുന്നില്ല പറഞ്ഞു. അക്ഷയ്ക്ക് നല്ല പനിയായ കാരണം പിന്നെ അക്ഷയെ നമുക്ക് കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല, പനിയല്ലേ. അങ്ങനെ അവർ രണ്ടാളും ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കാവിക്ക് പോകാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കാവിലും അമ്പലത്തിലും അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോണതാണ് കേട്ടോ. ഇപ്രാവശ്യം ഇവർക്ക് വയ്യാത്ത കാരണം നമ്മൾ പിന്നെ അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ റെഡിയായിട്ട് കാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കാവൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം തന്നെ കാവിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വിഷു ആയിട്ട് ഒരു സമാധാനമില്ല. എന്താ പറഞ്ഞാൽ എല്ലാവർക്കും പനിയായ കാരണം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നമുക്ക് ആക്റ്റീവായിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്യാനൊരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാവിലൊക്കെ പോയിട്ട് വേഗം തന്നെ തിരിച്ച് വന്നു. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് പാല് തിളപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം തന്നെ ഒന്ന്
ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്കിനി രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, ഉച്ചക്കലേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അശ്വിൻ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. കണി കണ്ടിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകായിരുന്നു കേട്ടോ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ട് പോവുകയാണെന്ന്. അപ്പോൾ എനിക്ക് കാണിക്കാൻ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവൻ കൈനീട്ടം കിട്ടിയത്. അങ്ങനെ അവൻ കൈനീട്ടമൊക്കെ വാങ്ങി പോയതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദോശ മതി പറഞ്ഞു, കുട്ടികൾക്ക് കഞ്ഞി വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ദോശ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അക്ഷയ്ക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. എന്താ പറഞ്ഞാൽ നല്ല പനിയായ കാരണം രാത്രി നേരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ത് നമ്മൾ ഭക്ഷണം കൊടുത്താലും അത് കറക്റ്റായിട്ട് ടേസ്റ്റ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ഒരുപാട് കൂടുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് ആദ്യം അവൾക്ക് തന്നെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ വേഗം തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ അശ്വിൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് അവനും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ വിഷുവിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ പറയുകയാണെങ്കിൽ നമ്മുടെ അവിടെ വിഷു കഞ്ഞിയാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. എല്ലായിടത്തെയും പോലെ നമ്മൾ സദ്യ ചെയ്യാറില്ല. പാലക്കാട് കൂടുതലായിട്ടും വിഷു പറഞ്ഞാൽ വിഷു കഞ്ഞിയാണ് കേട്ടോ. നമ്മുടെ അവിടെ സദ്യ വയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ വിഷു കഞ്ഞിയാണ് കേട്ടോ സാധാരണ വയ്ക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് നമ്മുടെ വിഷുക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പനിയായതുകൊണ്ട് പിന്നെ രണ്ടും ഭാഗമായി, കഞ്ഞിക്ക് കഞ്ഞിയായി, നമ്മുടെ വിഷു സ്പെഷ്യലും ആയിട്ടാ. അങ്ങനെ ഞാൻ വേഗം തന്നെ അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അരിയൊക്കെ ഒന്ന് കഴുകിയിടണം. ഈ കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചെറുപയറില്ലേ, ചെറുപയറും പുളിയവരയ്ക്ക, തേങ്ങ ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഈ കഞ്ഞി നമ്മൾ ഇതുണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പാലക്കാട് കൂടുതൽ വിഷു പറയുമ്പോൾ വിഷുക്കഞ്ഞിയാണ് കേട്ടോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കാറില്ല, കഞ്ഞി വെച്ചിട്ട് പിന്നെ അതിനുള്ള കുറേ കറികളൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ അധികം കറികളൊന്നും വെക്കുന്നില്ല. അങ്ങനെ ഞാൻ ചെറുപയറും അരിയും എല്ലാം കൂടെ നന്നായി തന്നെ കഴുകി വേവാനിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങക്കായൊക്കെ വെച്ചിട്ടുള്ള അവിയലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ അവിയലിന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാരറ്റും അതുപോലെ കുമ്പളങ്ങി മുരിങ്ങക്കായ മാത്രം വെച്ചിട്ടുള്ള അവിയലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും അവിടെ വേവാനിട്ടു കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒന്നിൻ്റെയും റെസിപ്പി കാണിക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കഞ്ഞിയുടെ റെസിപ്പി കാണിക്കാൻ തന്നെ മറന്നുപോയി കേട്ടോ. വയ്യാത്തതിൻ്റെ ആ ഒരു ഇതിൽ അത് ഓർമ്മയെ കിട്ടിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു ദിവസം എന്തായാലും ഈ കഞ്ഞി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വിഷു സ്പെഷ്യൽ, നമ്മുടെ വിഷു കഞ്ഞി കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാലക്കാടൻ സ്പെഷ്യൽ വെള്ള അവിയലാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ള അവിയലാണ് വെക്കാറുള്ളത്, മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ പപ്പടം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മാങ്ങ കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നമ്മുടെ അവിയലും അച്ചാറും പപ്പടവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വിഷു ആയിട്ടുള്ള നമ്മുടെ വിഷു സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പേരി വേറെയും കറികളൊക്കെ വെക്കും കേട്ടോ. ഞാൻ ഉപ്പേരി വെക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ആ സമയം കൊണ്ട് നമുക്കും വയ്യാണ്ടായപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ കറികളൊന്നും വെക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്നുകൊണ്ട് വെച്ച് കൊടുക്കാൻ വന്നിട്ട് അശ്വിൻ്റെയിൽ കൊടുത്ത് വിടുകയാണ് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നല്ല ചൂടും ആവിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേഗം പോയി ഒന്ന് മേലെല്ലാം ഒന്ന് കഴുകി കേട്ടോ. നമ്മുടെ ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ. 2 ദിവസം മുന്നേ വിഷുവിൻ്റെ തലേന്ന് മഴ ചെറുതായിട്ടൊന്ന് പെയ്തു എന്നല്ലാണ്ട് നല്ല മഴ പെയ്തിട്ടില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്രാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അവിടെ മഴ ചെറുതായിട്ടൊന്ന് പെയ്ത് പോവുക ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ല. വെള്ളം ഇങ്ങനെ ഒലിക്കേണ്ട രീതിക്ക് പോലും
പോലും മഴ പെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചൂട് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് കുളിച്ച കാരണം നല്ല ചൂടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പോയി ഒന്ന് മേല് കഴുകിയിട്ടോ. അപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വിഷുവൊക്കെ ആയിട്ട് നമ്മുടെ വിഷു സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടോ. അക്ഷയ നേരത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അവൾക്ക് വയ്യാത്ത കാരണം ഞാൻ നേരത്തെ തന്നെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടാണ്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ 2 ദിവസം വൈകിട്ടൊക്കെ ആയിരിക്കും ഇത് കഴിഞ്ഞാൽ വരിക. പനിയൊക്കെ നന്നായി മാറിയിട്ട് വേണം നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, എല്ലാവരും നല്ലപോലെ തന്നെ വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അക്ഷയ്ക്ക് വയ്യാത്ത കാരണം പിന്നെ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് വയ്യാന്നാകുമ്പോൾ നമുക്ക് അതൊരു വിഷമം തന്നെയല്ലേ. പനി തന്നെയാണെങ്കിൽ അതൊന്ന് മാറി വരുള്ളൂ, നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കുറവുണ്ട് പനിയൊക്കെ കേട്ടോ. നല്ല വെയിലും ചൂടും ഒക്കെ ആയ കാരണമാണ് തോന്നുന്നു ഇങ്ങനെ പനി വന്നിട്ട് മാറാണ്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മളൊരു ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. അവിയലിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കഞ്ഞിയുടെ റെസിപ്പി ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ